വയനാട് എം പി പ്രിയങ്കയെ കാണാനില്ല എന്ന് പരാതി. വള്ളത്തോളിൻ്റെ കാവിപ്പട എന്ന ഫേസ്ബുക്ക് പേജാണ് DGP രവാദ ചന്ദ്രശേഖരന് പരാതി നൽകിയത്. എത്രയും വേഗം MPയെ കണ്ടെത്തി തരണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. വിവരം നൽകാൻ അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, വയനാട് MP ആയ പ്രിയങ്കയെ കാണാനില്ല എന്നൊരു പരാതി. തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്നോ രണ്ടോ വട്ടം മാത്രമാണ് പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണാനില്ല എന്ന ഒരു പരാതി ഇപ്പോൾ വള്ളത്തോളിൻ്റെ കാവിപ്പട എന്ന ഫേസ്ബുക്ക് പേജ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുകയാണല്ലേ? തീർച്ചയായും വയനാട്ടിൽ വലിയൊരു വിമർശനം നിലനിൽക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. കാരണം വയനാട്ടിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും തന്നെ അവരുടെ MP തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച ആ MP ഉണ്ടായിരുന്നില്ല, പ്രിയങ്ക ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വലിയ വിമർശനം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരാതി ഏറെ പ്രസക്തമാകുന്നത്. കാരണം വയനാട്ടിൽ മഹാദുരന്തങ്ങൾ ഉണ്ടായി, ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി, വലിയ ബുദ്ധിമുട്ടുണ്ടായി, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. പക്ഷേ ഈ സമയങ്ങളിലൊന്നും തന്നെ അവർക്ക് കരുതലും കൈത്താങ്ങുമാകേണ്ട MP എവിടെ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിൻ്റെ 1-ാം വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ സമയത്തും ഒരു തരത്തിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ ഇവിടേക്ക് എത്താനോ MP തയ്യാറായിരുന്നില്ല. എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു MPയെ ജയിപ്പിച്ചു വിട്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവർ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് വയനാട് MPയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വള്ളത്തോളിൻ്റെ കാവിപ്പട എന്നുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. DGPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. എത്രയും വേഗം മണ്ഡലത്തിൽ നിന്നും കാണാതായ MP പ്രിയങ്കയെ കണ്ടെത്തി നൽകണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, വയനാടിനെ സംബന്ധിച്ചോളം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു ഇടം കൂടിയാണ്. ഒരു വശത്ത് വന്യമൃഗശല്യം, മറ്റൊരു വശത്ത് ഈ പ്രകൃതി ദുരന്തങ്ങൾ. ഈ ഒരു സമയത്ത് കൃത്യമായ ഒരു ഇടപെടൽ ജനപ്രതിനിധിക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി തന്നെ ഇടപെടൽ നടത്തേണ്ട ഒരാൾ കൂടിയാണ് MP. പക്ഷേ ഈ സമയത്തൊന്നും തന്നെ ഇവരെ ചേർത്ത് നിർത്താനോ ഇവർക്ക് കരുത്താകുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാനോ MPക്ക് കഴിഞ്ഞിട്ടില്ല. കേവലം ചില സന്ദർശനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല. ഇതൊരു പൊതുവിമർശനമായി തന്നെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. നിഖില.